നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം വാരഫലമാണ്. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ, ദിനങ്ങൾ ഒക്കെ തന്നെ നാം വാരഫലത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ ആഴ്ചത്തെ വാരഫലം 1200 ചിങ്ങമാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ദിനങ്ങൾ, അതായത് 2024 സെപ്റ്റംബർ 1 മുതൽ 7-ാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വാരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ദിനങ്ങൾ, ഒന്ന് സെപ്റ്റംബർ 2-ാം തീയതി, അതായത് ചിങ്ങമാസം 17-ാം തീയതി തിങ്കളാഴ്ച അമാവാസിയാകുന്നു, കറുത്ത വാവാകുന്നു. അമാവാസിയിൽ ഏറ്റവും പ്രാധാന്യം പിതൃക്കളുടെ ബലിതർപ്പണങ്ങളാണ്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് ഒന്ന് ദക്ഷിണായനം ആരംഭിക്കുന്ന കർക്കിടക മാസത്തിലെ അമാവാസിയാണ്, മറ്റൊന്ന് തുലാമാസത്തിലെ അമാവാസി, പിന്നീട് കുംഭമാസത്തിലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമാവാസി ദിനവും. പക്ഷേ ഇവിടെ ചിങ്ങമാസത്തിലെ ഈ അമാവാസി സെപ്റ്റംബർ 2-ാം തീയതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, തിങ്കളാഴ്ച. കാരണം അന്ന് അമാവാസി ദിനത്തിൽ മകം നക്ഷത്രമാകുന്നു. മകം പിതൃക്കളുടെ നക്ഷത്രമാകുന്നു. വളരെ റയറായി മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ, കറുത്ത വാവും മകം നക്ഷത്രവും. അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കർക്കിടക വാവിനി അമാവാസിക്ക് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് വളരെ സുഖമായി തിരക്കില്ലാതെ തന്നെ തിരുനെല്ലി ദർശനം നടത്താനും അല്ലെങ്കിൽ വടക്കൻ മലബാറിൽ ഉരുപുണ്യകാവ് പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാനും ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വരുവാനുള്ളത് സെപ്റ്റംബർ 7-ാം തീയതി, അതായത് ചിങ്ങമാസം 22-ാം തീയതി ശനിയാഴ്ച ചതുർത്ഥിയാകുന്നു. വെളുത്തപക്ഷത്തിലെ ചിങ്ങമാസത്തിലെ ചതുർത്ഥിയാകുന്നു, വിനായക ചതുർത്ഥിയാകുന്നു. അതിനാൽ വിനായക ചതുർത്ഥിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വ്രതാനുഷ്ഠാനങ്ങളോടെ ആ ദിനത്തെ ഏറ്റവും നന്നായി ഗണപതിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന ദിവസമാകുന്നു. ഓം ഗം ഗണപതിയെ നമഃ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ വർഷത്തെ വിനായക ചതുർത്ഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി ആചരിക്കുക. നാം ഇവിടെ വാരഫലത്തിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മേടം രാശി. മേടം രാശി ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇന്ന് മേടൻ രാശിക്കാർക്ക് രാശി സ്വതവേ ശൂന്യമാണ്. 2-ൽ വ്യാഴം, 3-ാം ഭാവത്തിൽ ചൊവ്വ, 4-ൽ ചന്ദ്രൻ, ബുധൻ, 5-ാം ഭാവത്തിൽ സൂര്യൻ, 6-ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 10-ാം ഭാവത്തിൽ മാന്തി, 11-ാം ഭാവത്തിൽ ശനി, 12-ൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശ്യധിപനായ ചൊവ്വ ബലവാനായ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഈ വാരത്തിലുണ്ട്. 3-ൽ നിൽക്കുന്ന ചൊവ്വ മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എന്നാലും ചൊവ്വ സാഹസക്കാരനാണ്. അതിനാൽ സാഹസികമായ പ്രവർത്തനങ്ങളിലൂടെ കാശ് ലഭിക്കാം. സാഹസികത എന്നാൽ ജ്യോതിഷത്തിൽ യത്കാര്യന്ത്യഹ അസമീക്ഷ്യ കരോതി സഹ സാഹസിക. ആരാണോ അസമീക്ഷ്യ, അങ്ങേയറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നത്, അദ്ദേഹമാണ് സാഹസവാൻ. അതിനാൽ ചൊവ്വ സ്വതവേ സാഹസിക ഗ്രഹമാണ്. അതിനാൽ വലിയ സാഹസികത പ്രകടിപ്പിച്ച് അപകടത്തിൽ ചെന്ന് ചാടാതെ നോക്കുക. പലപ്പോഴും ഭൂമിപരമായ വിഷയങ്ങളിലൊക്കെ മധ്യസ്ഥം പറഞ്ഞ് തൻ്റെ ആ റോൾ ഭംഗിയായി നിർവഹിക്കാൻ മേടൻ രാശിക്കാർക്ക് കഴിയുന്നു. സ്വതവേ മേടൻ രാശിയുടെ സ്വഭാവം തന്നെ സഹോദ അഗ്രജഹ, സഹോദരരിൽ മൂത്ത ആളാകുന്നു പലപ്പോഴും മേടൻ രാശി. അപ്പോൾ അവിടെ തൻ്റെ പ്രാമാണ്യം ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ളൊരു അസാധ്യമായ കഴിവുണ്ട്. പക്ഷെ നിയന്ത്രണം വിടാതെ നോക്കുക എന്ന് മാത്രം. 4-ലെ ചന്ദ്രനും ബുധനും നല്ല ചില സൗഹൃദങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാകുന്നു. പാറമടകളുമായി ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രഷർ യൂണിറ്റുകളൊക്കെ സ്തംഭനാവസ്ഥയിലുള്ളത്
വളരെ പെട്ടെന്ന് ഗവൺമെൻറ്റുമായി അധികാരികളുമായി അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ സ്വാധീനിച്ച് ഈ ഒരു വാരം നമുക്ക് അനുകൂലമാക്കി എടുക്കുവാൻ കഴിയുന്നു. പലപ്പോഴും വലിയ വലിയ പാറമട മുതലാളിമാരുടെ പിന്നാളുകളായി പ്രവർത്തിച്ച് കാശ് ധാരാളം സമ്പാദിക്കുവാനൊക്കെ മേടൻ രാശിക്കാർക്ക് ഈ വാരം അനുകൂലമാകുന്നു. പലപ്പോഴും തനിക്ക് കൊടുക്കുവാനുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് അവരുടെ വിശ്വാസം ആർജിക്കുവാൻ ഈ വാരം വളരെ പ്രയോജനപ്പെടും. കാരണം ചന്ദ്രനും ബുധനും കൂടിയുള്ള യോഗം ജ്യോതിഷത്തിൽ വളരെ നന്നാകുന്നു. സജ്ഞപ്രസ്യതവാക്യം അർത്ഥനിപുണം സൗഭാഗ്യകീർത്തിനിതം. തന്നെ വാക്കുകൾ പാലിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ഗുണപര്യവസായിയായി തീരുന്നു. ശരി, അയാൾക്ക് കൊടുത്താൽ പ്രശ്നമില്ല. ഇവിടെ സാമ്പത്തികമായി വളരെയധികം ഞെങ്ങിക്കഴിയുന്നൊരവസ്ഥ വരും. കാരണം ധനാധിപനായ ഗ്രഹം മേടൻ രാശിക്കാർക്ക് ശുക്രൻ നീചസ്ഥനാകുന്നു. ധനം തൻ്റെ കൈകൊണ്ട് പുറത്തു പോയാൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്ന വാരമാണ്. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുവാനുള്ളതൊക്കെ കൊടുത്താൽ ഭാവിയിൽ വരുന്ന പ്ലാനിങ്ങുകൾക്ക്, പ്രത്യേകിച്ച് സെപ്റ്റംബർ 18 മുതൽ വരുന്ന പദ്ധതികൾക്ക് ഈ ഒരു പേര്, നല്ല സത്പേര് തനിക്ക് വളരെയധികം ഉപകരിക്കും. മേടൻ രാശിക്കാർക്ക് ആലോചിച്ച് മുന്നോട്ട് നീങ്ങുക. 5-ലെ ആദിത്യൻ പഠനവുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമാണ്. സ്ഥിരബുദ്ധിയാകുന്നു. അതിനാൽ പഠിതാക്കൾക്ക് വളരെ അനുകൂലമായി കാര്യങ്ങളൊക്കെ നീക്കാം. യാത്രയിൽ പലപ്പോഴും തടസ്സം വരും. യാത്രാപതിയായ ഗ്രഹം നീചസ്ഥനാണ്. അതിനാൽ യാത്രാ വിഷയത്തിലേക്ക് നിർബന്ധമായും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു യാത്രാമുട്ട്, കർമ്മമുട്ട് ഒക്കെ നാളികേരം കൊണ്ട് ചെയ്ത് ഈ വാരത്തെ മഹത്തരമാക്കാൻ ശ്രമിക്കൂ. ബാക്കി എല്ലാ ഘടകങ്ങളും മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ്. 2-ൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യാധിപനാണ്. ദണ്ഡ നേതൃത്വ ശക്തി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ പ്രകടിപ്പിക്കും. ഈ വാരം പ്രായേണ ഫയർഫോഴ്സ്, എയർഫോഴ്സ് അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥർക്കൊക്കെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തങ്ങളുടെ ആ പ്രാഗൽഭ്യം, പൗരുഷം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുവാനുള്ള സമയമാണ്. അവർക്ക് സ്ഥാനമാനങ്ങൾ വളരെയധികം ലഭിക്കുന്നു. ശ്രദ്ധിക്കണം, സ്ത്രീ വിഷയം മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഭരണി നക്ഷത്രക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. മനസ്സിന് അങ്ങേയറ്റം പ്രശ്നങ്ങൾ വരുമ്പോൾ ഷുഗർ 500 ഒക്കെയായി മാറുന്നു. പെട്ടെന്ന് തന്നെ അത് കിഡ്നിയെ ബാധിക്കുന്നു. ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. ധാരാളം ശത്രുക്കൾ കർമ്മമേഖലയിൽ ഉണ്ടാകും. താൻ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ പെടപെടപ്പ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ജലസ് വരുന്നതാണ്. ശത്രുസംഹാര കുരി ചെയ്യുക, ശത്രുസംഹാര ഹോമം ചെയ്യുക ഈ വരുന്ന വെള്ളിയാഴ്ച. ആ രീതിയിൽ നമുക്ക് ദോഷങ്ങളെ പരമാവധി പരിഹരിച്ച് ദൂരത്തേക്ക് കളയുവാൻ കഴിയുന്നു. കർമ്മമേഖല സ്വതവേ ശാന്തമാണ്. അന്യർക്ക് വേണ്ടി സഹായിക്കുന്ന മനസ്ഥിതി കാണുകയാൽ തൻ്റെ പേര് നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലും വ്യാപൃതരാവാതിരിക്കുക. ഭാര്യാസുഖം വളരെ കുറയും. തന്നെ പഴയ കാമുകിമാർ ഒരുപക്ഷെ തനിക്കെതിരെ വളരെയധികം മാനനഷ്ട കേസ് കൊടുക്കുക അല്ലെങ്കിൽ പീഡന പരാതി കൊടുക്കുന്ന വാരമാണ് മേടൻ രാശിക്കാർക്ക്. നിങ്ങളറിയണം, പല മേടൻ രാശിക്കാരും ഇടവേള ബാബു മുതൽ ഇനിയും ധാരാളം പേർ വരാനിരിക്കുന്നു, കുടുങ്ങിക്കിടക്കുകയാണ്. സ്ത്രീകളോട് മിണ്ടാതിരിക്കുക. സെപ്റ്റംബർ 18 വരെ മേടൻ രാശിക്കാർ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിൽപ്പെടും. ഭാര്യ വഴക്കിട്ട് അവരുടെ വീട്ടിൽ പോകുന്ന സമയമാണ്. ദാമ്പത്യം വളരെ കെയർഫുള്ളായിട്ട് മാത്രം നീങ്ങുക, അല്ലെങ്കിൽ ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാകും. താൻ സഹായിച്ച സുഹൃത്ത് തൻ്റെ ശത്രുവായിട്ട് വരും. 1 രൂപ കാശ് കടം കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ മേടൻ രാശിക്കാർക്ക് വേണ്ട ഈ വാരം. അല്ലെങ്കിൽ ഖണ്ഡശഃ അല്പാൽപമായി മാത്രം ലഭിക്കും. മേടൻ രാശിക്കാർക്ക് അതും ലഭിക്കുകയില്ല. അതിനാൽ വെള്ളിയാഴ്ചത്തെ പരിഹാരങ്ങൾ ചെയ്യുക. എന്നിട്ട് മേടൻ രാശിക്കാർ വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നീക്കുക. നല്ലൊരു വാരത്തെ മേടൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കും. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശി. ഇടവം രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു ഇടവൻ രാശി. ഇന്ന് രാശിയിൽ വ്യാഴമുണ്ട്, 2-ൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ ചന്ദ്രനും ബുധനും, 4-ൽ സൂര്യൻ, 5-ൽ ശുക്രൻ, കേതു, 9-ാം ഭാവത്തിൽ മാന്തി, 10-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ രാഹു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ശാരീരിക വിഷയത്തിൽ അഷ്ടമാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് കഫജന്യമായ ബുദ്ധിമുട്ടുകളെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു. 2-ലെ ചൊവ്വ ആവേശത്തോടുകൂടി പല വിഷയത്തിലേക്കും ഡെപ്പോസിറ്റ് ധനസമാഹരണമൊക്കെ നടത്തി
അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധനനഷ്ടം വരും, മാനനഷ്ടവും വരും. അതിനാൽ ധനപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വലത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ ആർഗ്യുമെൻസിന് ഒരിക്കലും പോകരുത് ഈ ഒരു വാരം. 2 ചൊവ്വ കൊണ്ട് നമുക്ക് വാഗ്ദോഷങ്ങൾ ഉണ്ടാകും. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മുടെ മരണവും നമ്മുടെ നാവാകുന്നു. അതിനാൽ ലക്ഷ്മിത്വമുള്ള വാക്കുകൾ പറയുക. സദസ്സിൽ പെട്ടെന്ന് കയറി അനാവശ്യമായി ഏത് വിവാദത്തിൽ ചെന്ന് ഇടപെട്ടാലും അത് ഇടവൻ രാശിക്കാർക്ക് ദോഷമായി ഭവിക്കുന്ന വാരമാണ്. 3 ചന്ദ്രനും ബുധനും നല്ല ചില ബന്ധങ്ങൾ ഉണ്ടാകാം. വ്യാപാരികളുടെ ബന്ധമാകാം. സഹോദരങ്ങൾക്ക് സഹായം ചെയ്യേണ്ട സമയമാകുന്നു. സഹോദരിയുടെ വിവാഹത്തിന് തീരുമാനങ്ങൾ ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇളയ സഹോദരനാണെങ്കിലും കാര്യപ്രാപ്തി കൊണ്ട് വിദേശത്തുള്ള സഹോദരനൊക്കെ വിവാഹത്തിന് സഹോദരിയെ സഹായിക്കുവാനോ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനോ ഒരു പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുവാനുള്ള വാരമാകുന്നു. വീടുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന നല്ല ദിനം, സ്ഥപതിയെ കണ്ട് കുറ്റിയടിക്കുവാനുള്ള, കട്ടില വെക്കുവാനുള്ള, അല്ലെങ്കിൽ വാർപ്പ് മുതലായ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അനുകൂലമായ വാരമാകുന്നു. അടുത്തൊരു ജ്യോത്സ്യനെ കണ്ട് നല്ല ദിനങ്ങളൊക്കെ നിങ്ങൾ എഴുതി വാങ്ങിക്കുക. പ്രത്യേകിച്ച് 4, 5, 6, 7 തീയതികൾ ഈ വാരത്തിൽ വളരെ ഗുണമാകുന്നു. മേടൻ രാശിയായാലും ഇടവൻ രാശിയായാലും. ഡോക്ടർ മാരാർജിയുടെ നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ പങ്ക്തി നിങ്ങൾ കാണുക. അതിൽ ഓരോ ദിവസത്തെയും മുഹൂർത്തങ്ങൾ, ശുഭാശുഭ മുഹൂർത്തങ്ങൾ, രാഹുകാലങ്ങളൊക്കെ നാം സ്പഷ്ടമായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നുണ്ട്. 5 ശുക്രനും കേതുവും. ഇവിടെ ശുക്രൻ നീചസ്ഥനാണ്, ലഗ്നാധിപനാണെങ്കിലും പഠന വിഷയത്തിൽ തന്നെ സന്താനങ്ങൾക്ക് വളരെയധികം ഗുണമാണ്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകാം. അതേ രീതിയിൽ കർമ്മമേഖലയിൽ നല്ല ജോലിക്കാരെ കിട്ടുവാൻ അനുകൂലമായ സമയമാകുന്നു. ജോലിക്കാർ നമ്മളെ സല്യൂട്ട് ചെയ്യുന്നു. നമുക്ക് പ്രാധാന്യം വരുന്ന ഒരു വാരമാണ്. വാഹനം വളരെയധികം ജാഗ്രതയോടുകൂടി ഓടിക്കണം. അധോമുഖ രാശിയാണ്. അതിനാൽ ധനപരമായ വിഷയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും സഹോദര ഗുണം വളരെ നന്നായി അനുഭവിക്കും. അതേ രീതിയിൽ നല്ല ചില സഹായികളെ ലഭിക്കുന്നു. തൻ്റെ കർമ്മമേഖലയിൽ താൻ അറിയാത്ത ചില പ്രാധാന്യങ്ങൾ തനിക്ക് വരുന്നു. സർക്കാരിൽ നിന്നുള്ള ചില റിവാർഡ്സ് ഒക്കെ ആകാം, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഫ്രം ദ ഹയർ അതോറിറ്റിയൊക്കെ ആകാം. ഇതിനൊക്കെ ഈ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ്. സന്താന ശ്രേയസ്സിൻ്റെ വാരമാകുന്നു. അവരുടെ പഠനമായാലും അവരുമായി ബന്ധപ്പെടുന്ന ആരോഗ്യ വിഷയത്തിലൊക്കെ ഈ വാരം പ്രായേണ ഗുണകരമായി കാണുന്നു. ഈ കഫജന്യമായ ബുദ്ധിമുട്ടുകളെ വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെയും ഇടവൻ രാശിക്കാർക്ക് ഭാവാധിപനായ ശുക്രൻ നീചസ്ഥനാകയാൽ പ്രായേണ ദേവീപ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചൊല്ലുന്നതും, അത് ലളിതാ സഹസ്രനാമമാകാം, മഹാലക്ഷ്മി അഷ്ടകമാകാം, ഇതൊക്കെ ചൊല്ലുന്നതും ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം വഴിപാടായി ചെയ്യുന്നതും വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി മിഥുനം രാശി. മകരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു. ഇന്ന് മിഥുനം രാശിയിൽ ചൊവ്വയും 2ാം ഭാവത്തിൽ ചന്ദ്രനും ബുധനും, 3ാം ഭാവത്തിൽ ആദിത്യനും, 4ാം ഭാവത്തിൽ ശുക്രനും കേതുവും, 9ാം ഭാവത്തിൽ ശനിയും, 10ാം ഭാവത്തിൽ രാഹുവും, 12ാം ഭാവത്തിൽ വ്യാഴവുമാകുന്നു ചാരവശാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലഗ്നത്തിൽ ഇന്ന് ചൊവ്വ നിൽക്കുന്നുണ്ട്. രോഗാധിപനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു. ആവേശം അണപൊട്ടിയാൽ വളരെയധികം ക്ലേശങ്ങളുണ്ടാകും ചൊവ്വയ്ക്ക്. അനാവശ്യമായി ഈഗോ, തൻ്റെ ഭാഗം ജയിക്കുവാനുള്ള വ്യഗ്രതയിൽ ചിലതൊക്കെ കാട്ടിക്കൂട്ടി ദാമ്പത്യത്തിലൊക്കെ ക്ലേശങ്ങളുണ്ടാകും. ആവേശം അമിതമാകരുത്. അത് സർവത്ര വർജയേ. അത് എപ്പോഴും വർജിക്കണം. അത് കോപാത് ദശഗ്രീവ, അത് ദാനാത് ഹതകർണ, അത് ലോപാത് സുയോധന, അത് സർവത്ര വർജയേത്. ഈ ഒരു പ്രമാണം ഏറ്റവും അനുകൂലമാണ് പ്രവചിക്കുവാൻ ഈ വാരത്തിൽ മിഥുനൻ രാശിക്കാർക്ക്. കാമം കൂടിയത് കൊണ്ടാണ് രാവണൻ കൊല്ലപ്പെട്ടത്. അത്യാഗ്രഹം കൂടിയത് കൊണ്ടാണ് ദുര്യോധനൻ വധിക്കപ്പെടുന്നത്. ദാനം കൂടിയത് കൊണ്ടാണ് കർണൻ കൊല്ലപ്പെടുന്നത്. അതിനാൽ അതി വേണ്ട, അതികാമം വേണ്ട, അതി ആഗ്രഹം വേണ്ട,
അതിദാനവും വേണ്ട. ന്യൂട്രലായിട്ട് നിൽക്കണം മിഥുനൻ രാശിക്കാർ. വാശി വേണ്ട, ആവേശം വേണ്ട. BP പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ഹൈ ലെവലിലെത്തും BP. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്രയിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. വിലഗ്നേ കുജേ ദണ്ഡലോഹ അഗ്നിഭീതി, ലോഹം കൊണ്ട്, ആയുധം കൊണ്ട്, വടി കൊണ്ടൊക്കെ അപകടമുണ്ടാവുമെന്നാണ്. അതിനാൽ വടക്കിന് പോകരുത്. തവേൻ മാനസം കേസരിക്കും ദ്വിതീയ, സിംഹത്തെ പോലെ പരാക്രമിയായിരിക്കും, പക്ഷെ മനസ്സ് തപിക്കും. കളത്രാധികാത ശിരോനേത്രപിട, കണ്ണുകൾക്കും ശിരസിനും തലയ്ക്കും വേദനകൾ വരും. ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരും. വിഭാഗേ ഫലാനാം സദൈവോപസർഗ, പലപ്പോഴും ഫലം അടുത്ത് വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ വരുന്നു. സന്താന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക. ദാമ്പത്യ വിഷയത്തിൽ ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ ഉള്ള ജോലി കൊണ്ട് സംതൃപ്തനാവുക. 2 ചന്ദ്രനും ബുധനും നന്നായി സംസാരിക്കുവാനുള്ള പ്രാപ്തി വരുന്നു. ഈ വാരം സ്വതവേ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെടുന്ന വക്കീലന്മാർക്കും വാഹന ബ്രോക്കർമാർക്കുമൊക്കെ അനുകൂലമായ സമയമാണ്. വിദ്യ കൊണ്ട് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. തൻ്റെ വാക്ക് പരമാവധി നീതി പുലർത്താൻ ശ്രമിക്കുവാനുള്ള ഒരു സന്ദർഭം വരുന്നു. അയാൾ കുഴപ്പമില്ല, വാക്ക് പാലിക്കുന്നവനാണ്. ഇതൊക്കെ കേൾപ്പിക്കുവാനുള്ള ഒരു അസുലഭമായ സമയം മിഥുനൻ രാശിക്കാർക്ക് കൈവരും. അത് ഉപയോഗിക്കുക. 3 സൂര്യൻ പ്രതാപവും വിക്രമവും പ്രകടിപ്പിക്കുവാനുള്ള സമയമാണ്. വളരെ അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആവേശം കൂടാൻ പാടില്ല. അതേ രീതിയിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ തനിക്ക് വാഹനം വാങ്ങുവാനോ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം ഉണ്ടാക്കുവാനോ നല്ല ചില സുഹൃത്ത് ബന്ധത്തിലൂടെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണത കൈവരുത്തുവാനോ ശ്രമിക്കുന്നു. നമ്മളെ നോക്കിക്കൊണ്ട് ജനങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, അല്ലാതെ നാം ഒരു ആവേശം കാണിച്ച് നമ്മളുടെ കാര്യനിർവഹണത്തിന് മാത്രം ഒരാളുടെ പിറകെ സഞ്ചരിക്കാതിരിക്കുക. അച്ഛനും മൂത്ത സഹോദരങ്ങൾക്കും ഈ വാരം അത്ര അനുകൂലമല്ല. അതിനാൽ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും പേരിൽ നിങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമമോ കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ പേരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വ്യാഴാഴ്ച വഴിപാടായി സമർപ്പിക്കുക. എല്ലാം അനുകൂലമായി വരുമെന്ന ശുഭപ്രതീക്ഷയിൽ ഈ വാരം നിങ്ങൾക്ക് ശുഭമാകട്ടെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 2-ാം തീയതി പിതൃകർമ്മം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ബലിയിടുന്നതുമൊക്കെ മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവും ഗുണമായിരിക്കും. വ്യാഴം 12-ാം ഭാവത്തിൽ നിൽക്കുന്നു മിഥുനൻ രാശിക്കാർക്ക് അടുത്ത മെയ് മാസം വരെ. അതിനാൽ പിതൃകർമ്മങ്ങളോ വിഷ്ണു പ്രീതികരങ്ങളോ ആയ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഭജനകളിൽ പങ്കെടുക്കുക. വ്യാഴാഴ്ച പറ്റുമെങ്കിൽ മഹാവിഷ്ണു, വിഷ്ണു സഹസ്രനാമം, നാരായണ കവചവും ജപിക്കുവാൻ ശ്രമിക്കുക. നമസ്തേ.